ഹായ് ഡിയർ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? സുഖമല്ലെല്ലാവർക്കും. ഇന്നത്തെ റെസിപ്പി ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുട്ടി പിസ്സയാണ്. യൂട്യൂബിലൊക്കെ ഇപ്പം വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു പിസ്സയാണ് ഇത്. അപ്പോൾ ആദ്യത്തെ റിക്വസ്റ്റ് എന്നത്തെയും പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കുട്ടി പിസ്സയിലേക്ക് പെട്ടെന്ന് തന്നെ പോകാം. ഞാനിവിടെ മീഡിയം സൈസിലെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലെ തക്കാളിൻ്റെ പകുതിയാണ് ആവശ്യമുള്ളൂ നമുക്ക്. ഞാനിവിടെ 4 കുട്ടി പിസ്സയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഉള്ളിത്തണ്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുള്ളി ഞാനിങ്ങനെ മുളപ്പിച്ചതാണ്. അപ്പം അതിൻ്റെ കുറച്ച് തണ്ടുണ്ടായിരുന്നു ഫ്രഷ് ആയിട്ട്, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പം പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കുറക്കൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കുറച്ച് സ്പൈസി ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ട് നല്ല എരിവുള്ള. പിന്നെ നിങ്ങൾക്ക് അത്ര സ്പൈസി ആയിട്ട് വേണ്ടെങ്കിൽ ഇതിന് പകരം ക്യാപ്സിക്കം ചേർക്കാം. അപ്പോഴും നമ്മുടെ കുഞ്ഞു പിസ്സ നല്ല കളർഫുള്ളായിട്ട് ഉണ്ടാവും, ഈ ഒരു ഗ്രീൻ കളറിൽ. ഉള്ളിത്തണ്ട് ഇതാ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളീൻ്റെ അകത്തുള്ള കുരു ഒന്ന് കളഞ്ഞു കൊടുക്കണം. എന്നിട്ട് ആ ഒരു പുറത്തുള്ള കട്ടിയുള്ള ഭാഗം നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഉള്ളിയും നല്ല കനം കുറച്ചിട്ട് നീളം കുറച്ചിട്ടും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമുള്ളൂ. നമ്മൾ സാധാരണ ഓംലെറ്റിനൊക്കെ എടുക്കുന്ന അതേ വെജിറ്റബിൾസേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൽ തക്കാളി ചേർക്കുന്നവരുണ്ടാവും, ചേർക്കാത്തവരും ഉണ്ടാവും. ഇവിടെ ഞാൻ ചേർത്തിട്ടുണ്ട്, അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുട്ടയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 4 പീസ് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന കുട്ടി പിസ്സ ആയതുകൊണ്ട് തന്നെ 2 മുട്ടയാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. അപ്പോൾ അതിലേക്കൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായി ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാമെന്ന് പറയും. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ടാ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ 4 പീസ് ബ്രെഡാണ്. അപ്പോൾ 4 സ്ലൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഈ വീഡിയോയിൽ കാണും പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു കത്തി ഉപയോഗിച്ച് ഒരു പീസ് ബ്രെഡിൻ്റെ അകത്ത് ഒരു സ്ക്വയർ ടൈപ്പിൽ നമ്മൾ ഈ ബ്രെഡിൻ്റെ അതേ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം സൈഡിലേക്ക് ആവാൻ പാടില്ല. ഒരു ഫ്രെയിം പോലൊരു തിക്നെസ് ഈ ഒരു പീസ് ബ്രെഡിന് വേണം. നമുക്കിങ്ങനെ കത്തി കൊണ്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ അകത്തുനിന്നുള്ളത് നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇത് 4 പീസ് ബ്രെഡിൻ്റെയും ഈ അകത്തുള്ളൊരു പോർഷൻസ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയെന്ന്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇത് ജസ്റ്റ് ഇപ്പോൾ മാറ്റുന്നതേ ഉള്ളൂ. കണ്ടില്ല, നല്ല ഭംഗിയുള്ള ഫ്രെയിം പോലെയുള്ള ബ്രെഡിൻ്റെ പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം. നമ്മൾ കട്ട് ചെയ്ത പോർഷൻസ് ഉണ്ട് അവിടെ. ഇവിടെ ഞാനൊരു ദോശേൻ്റെ കല്ലാണ് വെച്ചിട്ടുള്ളത്. നല്ലൊരു ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ. ഇനി നമുക്കൊരു പീസ് ബട്ടർ എടുത്തിട്ട് ഇതിലൊന്ന് തടവി കൊടുക്കാം. ബട്ടർ ആകുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ വെച്ചിട്ട് ഒന്ന് ചെയ്യാം. ഇനി നമുക്കിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഫ്രെയിം പോലെയുള്ള ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ. ഇവിടെ എൻ്റെ കുഞ്ഞു കല്ലായതുകൊണ്ട് ഒരു 2 പീസ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 പീസ് മാത്രമേ വെക്കുന്നുള്ളൂ. നമ്മൾ ഫ്രൈ പാനിലാണ് ചുട്ടെടുക്കുന്നതെങ്കിൽ ഒരു സമയം നമുക്ക് ഒന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പത്തിൽ ചുടുന്ന ഓർഡറിലുണ്ടെങ്കിൽ നമുക്ക് 3-4 ഒരേ സമയം തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ ബ്രെഡ് പോക്കറ്റിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ഒഴിച്ചാൽ തന്നെ ആ ഒരു ഗ്യാപ്പ് ഫില്ലാവും. ആ ബ്രെഡിൻ്റെ അതേ ഒരു തിക്നെസ്സിൽ ഈ ഒരു മിക്സ് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് കറക്റ്റ് ആക്കാം. അതുപോലെ തന്നെ ബ്രെഡിൻ്റെ മുകളിൽ ഒരുപാട് വരാണ്ട് അതിന് കണക്കായിട്ട് ആ ഒരു കട്ടിങ്ങിന് കണക്കായിട്ട് മാത്രം ഈ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഓരോ പീസ് ചീസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചീസ് ഒരു ഫുൾ സ്ലൈസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ചീസ് അങ്ങനെ ഒരുപാടായിരിക്കും ഇഷ്ടമല്ല. അപ്പോൾ ഫുൾ സ്ലൈസ് വെക്കുന്നില്ല. ഒരു സ്ലൈസ് എടുത്തിട്ട് 2 പീസാക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഈ ചീസ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റെപ്പാണ്. കാരണം ചീസ് ഇട്ടുള്ളൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിസ്സേൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആകുന്നത് ചീസ് വെച്ചാലാണ്. നമ്മൾ സാധാരണ കഴിക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് പിസ്സയിലും ഇങ്ങനെ ചീസ് ഉണ്ടാവാറുണ്ടല്ലോ. ചീസ് കൂടുതൽ ഇഷ്ടമുള്ളവർ ഒരു സ്ലൈസ് തന്നെ വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബ്രെഡിൻ്റെ പീസ് വെച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഈ പീസ് ബ്രെഡ് ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് ചൂട് കയറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചീസൊക്കെ നന്നായി അലിഞ്ഞ് മുട്ടയിലൊക്കെ മിക്സായി സെറ്റായിട്ടുണ്ടാവും. ദോശക്കല്ല് ചൂടായാൽ പിന്നെ പറയണ്ടല്ലോ, പെട്ടെന്ന് അങ്ങ് ചൂടായി കിട്ടും. പ്രത്യേകിച്ച് ബ്രെഡ് ആകുമ്പോൾ കണ്ടില്ല, ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്രൈ പാനിൽ ചുടുമ്പോഴും അതുപോലെ തന്നെ പത്തിലിൻ്റെ ഓടിൽ ചുടുമ്പോൾ ഈ ഒരു പ്രശ്നമില്ല. അപ്പോൾ ചെറിയൊരു സൈഡ് ചൂടധികമായതുകൊണ്ടുള്ള പ്രശ്നമാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇതാ നമ്മുടെ കുട്ടി പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് 4 പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. എൻ്റെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി, പ്രത്യേകിച്ച് ആ ഒരു ചീസിൻ്റെ ടേസ്റ്റൊക്കെ മിക്സായി വരുമ്പോൾ. ഓയിലിന് പകരം നമ്മൾ ഉരച്ചു കൊടുക്കുന്ന ബട്ടർ തന്നെ ആയിരിക്കണം, എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ ബാക്കിയെല്ലാം കൂടി ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂട് കയറ്റി ഒന്ന് പൊരിച്ചെടുക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി പിസ്സേൻ്റെ പരിപാടി. നമ്മൾ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് രാവിലെ ചായക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതൊരു പീസ് കഴിച്ചാൽ തന്നെ നല്ലോണം മതിയാവും ഒരു ചായൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.